Delhi police, I feel, is slightly better. But rapid action force was harsher because അവരാണ് കുറച്ചുകൂടെ aggressive ആയെന്ന് തോന്നുന്നു. Because എന്റെ എക്സ്പീരിയൻസ് എനിക്കറിയില്ല, of course അവരുടെ ഒരു ജോലിയാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് പീസ്ഫുൾ ആയ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതിനെ അവരാണ് വന്ന് വയലന്റ് ആക്കിയത്. രാത്രി കല്ലും നിറച്ചുള്ള ഒരു ലോറി അവർ തന്നെ ഈ പ്രൊട്ടസ്റ്റ് ഒരു അൺവാണ്ടഡ് എലിമെന്റ്സിനെ പ്ലാന്റ് ചെയ്ത് എറിയിപ്പിക്കുന്നു. എന്നിട്ട് ഇവര് വയലന്റ് ആയെന്ന് പറഞ്ഞ് തിരിച്ചിവരെ അടിക്കുന്നു. ഇതെന്താണ് വെള്ളരിക്ക പൊട്ടണോ? സോ സാഡ്. ആൻഡ് അത് പറയുമ്പോ കാണുമ്പോഴും ഇവര് വെസ്റ്റും കയ്യില് കുറെ പ്രൊട്ടക്ഷനും ബോഡി വെസ്റ്റും ദേ ഹാവ് എ ഗൺ ആൻഡ് ദേഴ്സ് എ സ്റ്റിക്ക് ഇൻ ദ ഹാൻഡ്. നമ്മളെല്ലാവരും യങ് പീപ്പിൾ. ഇവരാരും തിരിച്ചടിക്കുന്നില്ല, മനസ്സിലായില്ല. ഇവർ അടിച്ചോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുകയാണ്. ബിക്കോസ് അതാണ് ഇവരുടെ ഈ പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. നമ്മൾ തിരിച്ചൊന്നും പറയില്ല. അവർ നമ്മളെ അടിച്ചാൽ നമ്മൾ ചിരിക്കും, നമ്മൾ ചിരിച്ച് താങ്ക് യു എന്ന് പറയുന്ന രീതിയിലാണ്. പക്ഷെ അവരടിക്കുന്ന അടിയല്ല, യു ഹാവ് ടു സീ ദാറ്റ്. അതൊക്കെ ഒടിയുന്നവരെയൊക്കെ അടിക്കുക. സോ സാഡ്. ഇവർക്കൊക്കെ ഒരു ഹൃദയമല്ലേ, ഇവരുടെ വീട്ടിൽ മക്കളില്ലേ. എനിക്ക് പറ്റുന്ന രീതിയിൽ, എനിക്ക് പണിയുണ്ട്, ജീവിക്കണ്ടേ. ഞാൻ തിരിച്ചു വീട്ടിലേക്കൊക്കെ പോകും. നിങ്ങൾക്കൊക്കെ ചോദിക്കുന്ന പോലെ എനിക്കും ഉണ്ട്. അതൊക്കെ നമുക്കൊക്കെ ഉണ്ട്. അതൊക്കെ സാക്രിഫൈസ് ചെയ്താണ് ഇവരൊരു മാസം ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ രാവിലെ പ്രൊട്ടസ്റ്റിന് വന്നതാ. ആ പ്രൊട്ടസ്റ്റ് ഇതുവരെ നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ചലോ സൺസെറ്റ് നടക്കാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ടയറിന് കാറ്റൂരി വിട്ടു, താക്കോൽ എടുത്തോണ്ട് പോയി, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഊരി. ഇതിന്റെ ഒക്കെ പ്രശ്നത്തിനിടയിലാണ് നമ്മളിവിടെ ഇവരൊക്കെ സർവൈവ് ചെയ്യുന്നത്. ഇപ്പോഴും കുറെ ആൾക്കാർ ഇവിടെ ഉള്ളത്. ആൻഡ് എന്തോരം ആൾക്കാർക്കാണ് പേഴ്സണൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതെന്ന് അറിയാമോ? എനിക്ക് എന്റെ രീതിയിൽ ഐ വിൽ കണ്ടിന്യൂ ടോക്കിംഗ് അബൌട്ട്. ഈ പ്രശ്നം മാത്രമല്ല, ഞാൻ തെറി പണ്ടേ കേട്ട് ശീലിച്ച ഒരാളാണ്. ഞാൻ എടുക്കുന്ന എല്ലാ ടോപ്പിക്കും തെറി വേദിയാണ്. സോ ഐ വിൽ കണ്ടിന്യൂ ടു ഡു ദിസ് വിതൗട്ട് എ ഡൗട്ട്. ഐ ഹാവ് നോ പ്രോബ്ലം അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. പക്ഷെ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇന്ത്യ നീഡ്സ് ടു വേക്ക് അപ്പ് ടു. ഇതിൽ മെയിൻ സ്ട്രീം മീഡിയ മലയാളത്തിൽ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും. ബാക്കി ഇന്ത്യയിൽ എത്ര മെയിൻ സ്ട്രീം മീഡിയ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇവർ അത്രയും നന്നായി അത് കാണിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ സത്യാവസ്ഥ ആൾക്കാർ മനസ്സിലാക്കുന്നത്. ചെയ്യുന്നില്ല. ലോട്ട് ഓഫ് ഇന്റർനാഷണൽ ഇപ്പം ന്യൂസ് ചാനൽസ് ഈ ഹോൾ കവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ഇവിടെയുള്ള കുറച്ച് ലോക്കൽ ആൾക്കാരോട് താങ്ക്സ് പറയണം. ഈ ഒരു ക്രൗഡിന്റെ അടുത്ത് സാൻഡ്വിച്ചസ്, വെള്ളമാണെങ്കിൽ പറ്റുന്ന സമയത്ത് എങ്ങനെങ്കിലും അവർ കൊണ്ടുവരാറുണ്ട്. അവർ സ്റ്റാൻഡിൽ നിന്ന് റിസ്ക് എടുത്തിട്ടാണ് അത് വരുന്നത്. അവർക്ക് ചിലപ്പോൾ അടിയുള്ളും, അവരെ ചിലപ്പോൾ ഗ്യാസ് ചെയ്യും, വളരെ റൂഡായിട്ട് സംസാരിക്കും. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് നൗ എ കമ്മ്യൂണിറ്റി ഓഫ് യങ്സ്റ്റേഴ്സ് ഹു വാണ്ട് ചേഞ്ച്, ഹു വാണ്ട് അക്കൗണ്ടബിലിറ്റി, ഹു വാണ്ട് ആൻസേഴ്സ്. ഇവർ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു ഡയലോഗ്. ഒന്ന് മുന്നിൽ വന്ന് ഇവരുടെ കൂടെ ഒന്ന് സംസാരിക്കൂ. ആദ്യം വളരെ ഓക്കെ ആയിട്ടുള്ള ഡിമാൻഡ്സ് ആണ്. വങ്ചുക്ജീനെ ഫ്രീ ചെയ്യണം, അദ്ദേഹത്തിന്റെ കൂടെ സംസാരിക്കണം ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ കോസ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്യണം. 1 കോടി രൂപ ഈ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് കൊടുക്കണം. ഇതൊക്കെ ഇറ്റ്സ് ഡൂവബിൾ, റൈറ്റ്? ഇറ്റ്സ് വെരി വെരി ഡൂവബിൾ. നിങ്ങളുടെ ഈഗോ ആണോ ആരഗൻസ് ആണോ മുന്നിൽ, അതോ ഈ രാജ്യത്തിന്റെ നന്മയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് മറ്റൊരു ഡിസപ്പോയിന്റ്മെന്റ് കൂടെ പറഞ്ഞോട്ടെ, ഭരിക്കുന്ന ആൾക്കാരെ മാത്രമല്ല, ഭരിക്കാത്ത ആൾക്കാരെയും ഓപ്പോസിഷൻ പാർട്ടിയും പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. ബിക്കോസ് ഇത് നമ്മൾ പൊളിറ്റിക്സ് സംസാരിക്കാൻ വേണമെങ്കിൽ പൊളിറ്റിക്കലി ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി അവർ യൂസ് ചെയ്തില്ല എന്ന് ഞാൻ പറയും. അതെന്തുകൊണ്ട് യൂസ് ചെയ്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി.